നമസ്കാരം. 24ന്റെ പ്രിയ പ്രേക്ഷകർക്ക് പുതിയൊരു വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 9 ചൊവ്വാഴ്ച, ഇടവം 26. കാര്യമായി തന്നെ മഴ പെയ്യുന്ന ദിവസമാണ്. 11 ജില്ലകളിൽ ഇന്ന് മഴ മുന്നറിയിപ്പുണ്ട്. അതിൽ തന്നെ വടക്കൻ കേരളത്തിൽ 3 ജില്ലകളിൽ റെഡ് അലർട്ടാണ്. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകൾ. ആ 3 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. KTUവിൻ്റെ എക്സാമുകൾ മാറ്റിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. വയനാട്ടിൽ ഷിഗല്ല ജാഗ്രതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നു. ആദ്യം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ്. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധത്തിന്റെ വക്കിലെത്തിച്ച ഇസ്രായേൽ ഇറാൻ ഏറ്റുമുട്ടൽ തൽക്കാലം നിർത്തിവെച്ചു. ആക്രമണം നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഇടപെടലാണ് നിർണായകമായത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. ലെബനോനിൽ ആക്രമണം തുടർന്നാൽ തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളെപ്പറ്റി അമേരിക്കയെ അറിയിച്ചത് അവസാന നിമിഷമായിരുന്നുവെന്ന് ട്രംപ് പറഞ്ഞു. മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അമേരിക്കയിൽ നിന്ന് മധു, ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഒരടി, അതിനുശേഷം ഒരു ചെറിയ പിന്മാറ്റം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ട്രംപിന്റെ നിർദ്ദേശത്തെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇറാനെതിരെ ആക്രമണം ഉണ്ടായത്. ഇപ്പോൾ വീണ്ടും ട്രംപ് മധ്യസ്ഥന്റെ റോളിലേക്ക് എത്തുകയാണ്. എന്താണ് ഇപ്പോൾ നിലപാട് ഇരു രാഷ്ട്രങ്ങളുടെയും, ഇറാന്റെയും ഇസ്രായേലിന്റെയും? ഗുഡ് മോർണിംഗ് ഗോകുൽ, വർഷ. ഡൊണാൾഡ് ട്രംപ് ശരിക്കും പറഞ്ഞാൽ നല്ല കലിപ്പിലാണ്. നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ അവസാന നിമിഷമാണ് ഇറാനെതിരെയുള്ള ആക്രമണത്തെ പറ്റി ഇസ്രായേൽ അമേരിക്കയെ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഇറാനെതിരെ ഒരു സൈനികാക്രമണം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേൽ ഒറ്റയ്ക്കങ്ങ് ചെയ്തോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ നയതന്ത്ര ചർച്ചകൾ ഒരു വശത്ത് ഇറാനുമായിട്ട് നടക്കുന്നതിനൊക്കെ വലിയൊരു ഭീഷണിയായിരുന്നു ഇത് ഉയർത്തിയത്. ഒരു വശത്ത് ഇറാനുമായിട്ട് നല്ല രീതിയിൽ ചർച്ചകൾ പോകുന്നുണ്ട്. അമേരിക്ക ആവശ്യപ്പെട്ടതൊക്കെ ഇറാൻ സമ്മതിക്കുന്നുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്നത്. രണ്ടാഴ്ചക്കുള്ളിൽ ഒരു വിക്ടറി പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. തിങ്കളാഴ്ചയോടെയാണ് ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സൈനിക നടപടികൾ അവസാനിപ്പിച്ചതായി രണ്ട് രാജ്യങ്ങളും വ്യക്തമാക്കിയത്. നേരത്തെ ഗൂഗിൾ പറഞ്ഞ പോലെ ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകൾക്ക് രണ്ട് രാജ്യങ്ങളും വഴങ്ങി. എന്നാലും ഇപ്പോഴും ഈ മേഖലയിൽ സമാധാനം ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. വ്യോമാക്രമണങ്ങളൊക്കെ നിർത്തിയെങ്കിലും ഇറാൻ ശക്തമായ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള വ്യോമാക്രമണങ്ങൾ ഇസ്രായേൽ നിർത്തണം. ഇസ്രായേൽ തുടർന്നും ഇത് നടത്തിയാൽ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമിട്ടുള്ള മിസൈൽ ആക്രമണങ്ങൾ വളരെ ശക്തമായി പുനരാരംഭിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നയതന്ത്ര ചർച്ചകളൊക്കെ നടക്കുമ്പോഴും ഇറാന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതായത് ഇറാൻ ഇനി ഒരു തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായിട്ടുള്ള സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് നെതന്യാഹു പറയുന്നത്. അതേസമയം ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഈ ഹിസ്ബുള്ള ലെബനനിലെ അവർക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ ഇസ്രായേൽ അവസാനിപ്പിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഈ ഇറാന്റെയും ഇസ്രായേലിന്റെയൊക്കെ ഈ ആക്രമണ വാർത്തകൾ പുറത്തു വന്നതിന്റെ തൊട്ടു പിന്നാലെ നമുക്കറിയാം അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിലിന്റെ വില ഏതാണ്ട് 5% കുതിച്ചുയർന്നിരുന്നു. എന്നാൽ വിപണിയിൽ ഇപ്പോൾ നേരിയ വിലക്കുറവ് രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു ആശ്വാസം തരുന്ന വാർത്തയാണ്. ഗോകുൽ, വർഷ. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇന്നലെ വലിയ ആശങ്കയുയർത്തിയായിരുന്നു ആക്രമണങ്ങൾ. ഇപ്പോൾ അതിനൊരു താൽക്കാലിക വിരാമമായിട്ടുണ്ട്. ഇരു രാഷ്ട്രങ്ങളും പിന്മാറിയിട്ടുണ്ട്, ഇസ്രയേലും ഇറാനും. അപ്പോഴും ഇരു കൂട്ടരും ഭീഷണി മുഴക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ പോകുന്നത് കാലവർഷത്തിന്റെ അപ്ഡേറ്റ്സിലേക്കാണ്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും. വടക്കൻ കേരളത്തിൽ ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. ഈ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. കോഴിക്കോട് നിന്ന് അനീഷ് ദേവസി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അനീഷ, ശക്തമായ മഴയാണ്. കോഴിക്കോട് ഇപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കാലാവസ്ഥാ ഗവേഷണ കേന്ദ്രത്തിന്റെ മറ്റ് മുന്നറിയിപ്പുകൾ എന്താണ്? ജില്ലയിൽ നൽകിയിട്ടുള്ള കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ അതെന്തൊക്കെ? ഗോകുൽ, ഗുഡ് മോർണിംഗ്. സംസ്ഥാനത്ത് കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. വടക്കൻ കേരളത്തിൽ ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത എന്നാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലും ഒരു സുരക്ഷയെ മുൻനിർത്തി 2 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിരിക്കുകയാണ്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. ഈ കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ
സ്കൂളുകൾ, അതുപോലെ പ്രൊഫഷണൽ കോളേജ്, അംഗൻവാടി, മദ്രസ, ട്യൂഷൻ സെന്റർ എന്നിവയ്ക്ക് ഈ അവധി ബാധകമായിരിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായിട്ട് ഈ കോഴിക്കോടിൻ്റെ ജില്ലയിൽ നഗരത്തിലും അതുപോലെ മലയോര മേഖലയിലും ശക്തമായ തന്നെ മഴ ലഭിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ നിങ്ങൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ തന്നെ എൻ്റെ പുറകിൽ നഗരത്തിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇന്ന് പുലർച്ചെ മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ടായിരുന്നു, എങ്കിലും ഇപ്പോൾ വീണ്ടും മഴ ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കോഴിക്കോട് ജില്ലയിൽ അവധി നൽകിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് 11 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ റെഡ് അലേർട്ടിന് പുറമെ മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, അതുപോലെ പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതായാലും ഈ അതിതീവ്ര മഴയ്ക്ക് ഒരു സാധ്യത പ്രവചിച്ച സ്ഥിതിക്ക് ഈ മലയോര മേഖലയിൽ താമസിക്കുന്ന ആളുകൾ ഒരു അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. ഗോകുൽ, വർഷ. ശരി, അനീഷ് ദേവസിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് നിന്ന് 3 ജില്ലകളിലാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുള്ളത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഈ 3 ജില്ലകളിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ അംഗൻവാടികൾ മുതൽ പ്രൊഫഷണൽ കോളേജുകൾ വരെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. കേരള തീരത്ത് കരയിൽ നിന്ന് കടലിലേക്ക് 12 നോട്ടിക്കൽ മൈൽ വരെയാണ് മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുന്നത്. 52 ദിവസങ്ങളിലായി നടപ്പിലാക്കുന്ന ട്രോളിംഗ് നിരോധനം ജൂലൈ 31 വരെ നീളും. റിനു ശ്രീധറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. റിനു, ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് വറുതിക്കാലമെന്നാണ് പൊതുവെ പറയുക. ഈ ട്രോളിംഗ് കാലം പുനഃക്രമീകരിക്കണമെന്നൊക്കെ ആവശ്യം കുറേ കാലങ്ങളായി വരുന്നുണ്ടെങ്കിലും ഇപ്പോഴും പഴയ സമ്പ്രദായത്തിൽ തന്നെയാണ് പോകുന്നത്. അതിൻ്റെ തീയതികളൊക്കെ നിശ്ചയിക്കുന്നത്. എങ്ങനെയാണ് നിയന്ത്രണങ്ങൾ വരുന്നത്? ഏത് തരത്തിലായിരിക്കും ഇനിയുള്ള പരിശോധനകൾ? ഗോകുൽ, വർഷ ഇന്നു മുതൽ 12 നോട്ടിക്കൽ മൈൽ മത്സ്യബന്ധനം പാടില്ല, പ്രത്യേകിച്ച് ട്രോൾ ബോട്ടുകൾ പാടില്ല എന്നുള്ളതാണ് നിയന്ത്രണത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതായത് 22 കിലോമീറ്റർ അകലെ വരെ മത്സ്യബന്ധനം പാടില്ല. പക്ഷേ ഉപരിതല മത്സ്യബന്ധനം ചെറുവള്ളങ്ങൾക്ക്, പരമ്പരാഗത വള്ളങ്ങൾക്ക് നടത്താം എന്നുള്ളതാണ്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ ഈ കാലയളവിൽ വേണമെന്നുള്ളൊരു ആവശ്യം കാലാകാലങ്ങളായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ 52 ദിവസത്തേക്ക്, അതായത് ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ പോലീസ് ഉൾപ്പെടെയുള്ള ഇടപെടൽ വലിയ രീതിയിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങുന്നത് തടയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരള തീരത്ത് നിന്ന് അന്യസംസ്ഥാന ബോട്ടുകൾ, തമിഴ്നാട്ടിൽ നിന്ന് ഉൾപ്പെടെയുള്ള ബോട്ടുകൾ അവിടെ നിന്ന് പോയി എന്നുള്ളത്, അല്ലെങ്കിൽ തീരം വിട്ടു എന്നുള്ളത് ഉറപ്പാക്കുവാൻ വേണ്ടി ഫിഷറീസ് വകുപ്പ് കർശന നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടത്തിന് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡീസൽ ബങ്കുകൾ ഉൾപ്പെടെ പരിശോധിക്കുക എന്നുള്ള ഒരു നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ തരത്തിലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തി ട്രോളിംഗ് നിരോധനം കർശനമാക്കാൻ തന്നെയാണ് എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വറുതിയുടെ കാലമാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ട്രോളിംഗ് കാലം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ കൃത്യമായി അവർക്ക് റേഷൻ സംവിധാനങ്ങൾ ഉൾപ്പെടെ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇവർക്കുണ്ടാകാതിരിക്കുവാനുള്ള ഒരു ഇടപെടൽ ഫിഷറീസ് വകുപ്പും അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പും ഇടപെടും, അല്ലെങ്കിൽ ഏറ്റെടുക്കും എന്നുള്ള ഒരു കാര്യം കൂടി സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. വർഷ, ഗോകുൽ. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാർ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നുവെന്ന് CPM സംസ്ഥാന സമിതിയിൽ വിമർശനം. സംസ്ഥാന സെക്രട്ടേറിയറ്റ് നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി വിമർശനം ഉൾപ്പെടുത്തിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിയായ A. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാത്തത് തെറ്റായിപ്പോയി. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ആവശ്യം. കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിൽ പിഴവുണ്ടായെന്നും തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയം പാളിയെന്നും കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ ഏറ്റുപറഞ്ഞു. 24 ബിഗ് ബ്രേക്കിംഗ്. റിനു ശ്രീധർ ചേരുകയാണ് തിരുവനന്തപുരത്ത് വിവരങ്ങളുമായി. റിനു, ഇന്നലെ തന്നെ നമ്മൾ ചർച്ചകളുടെ ആകത്തുക കുറേ വിവരങ്ങൾ പുറത്തുവിട്ടതാണ്. ഇന്ന് ഈ CPM-ന്റെ വൈകി വന്ന തിരിച്ചറിവിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. മുമ്പ് ഈ ആഗോള അയ്യപ്പ സംഗമം അടക്കം നടത്തുമ്പോൾ പ്രചാരകരായി നിന്ന നേതാക്കളാണ് ഇപ്പോൾ തിരുത്തി പറയുന്നത്. ഇപ്പോഴാണ് ബോധമുദിക്കുന്നത്. തീർച്ചയായും ഗോകുൽ, സംസ്ഥാന സമിതിയിലാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉയർന്നത്. പേരിൽ തന്നെ പിഴച്ചു എന്നുള്ളതാണ് സംസ്ഥാന സമിതി വിലയിരുത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം എന്നുള്ളൊരു പേര് പോലും ഇടാൻ പാടില്ലായിരുന്നു. വികസനമാണ് ലക്ഷ്യമെങ്കിൽ അത്തരത്തിൽ വികസനമായിട്ടുള്ള മുന്നോട്ട് വെക്കുന്ന ഒരു പേര് നിർദ്ദേശിച്ച് അതുമായി നടപ്പിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് വിമർശനം പ്രധാനമായിട്ട് ഉയർന്നത്. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാരിൻ്റെ കാലത്ത് നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ള ഒരു വിമർശനം കൂടി ഉയർന്നിട്ടുണ്ട്. എന്തായാലും അയ്യപ്പ സംഗമം നടത്തിയത് തെറ്റിദ്ധരിക്കപ്പെട്ടുവെന്നും വിമർശനം ഉയർന്നിട്ടുണ്ട്.
വന്നിട്ടുണ്ട്. എന്തായാലും സെക്രട്ടേറിയറ്റിന്റെ നിലപാട് തിരുത്തിയാണ് സംസ്ഥാന സമിതി ഇത്തരമൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചത്. ആഗോള അയ്യപ്പ സംഗമം പരാജയത്തിന് കാരണമായി എന്നുള്ള ഒരു ഒറ്റവരി റിപ്പോർട്ടാണ് കരട് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത്. ഒറ്റവരിയാണ് ഉണ്ടായിരുന്നത്. അതിനെ തിരുത്തിയാണ് സംസ്ഥാന സമിതി ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ തന്നെ പിഴച്ചു എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് എത്തിയത്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ CPM-ന് ഒരു വീണ്ടും വിചാരം കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ പത്മകുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത് ജനങ്ങളിൽ അപമതിപ്പുണ്ടാക്കി എന്നുള്ളതാണ്. കേസിലെ പ്രതിയായ ജില്ലാ കമ്മിറ്റി അംഗം പത്മകുമാറിനെ മാറ്റി നിർത്താതെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ജില്ലാ കമ്മിറ്റിയിൽ ഒരു സാഹചര്യമാണുള്ളത്. ഇത് വലിയ രീതിയിൽ ഈ ജനങ്ങൾക്കിടയിൽ ഒരു ചർച്ചയുണ്ടാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഉയർന്ന സംസ്ഥാന സമിതിയിൽ ഉയർന്ന ഒരു ചർച്ച. മറ്റൊന്ന്, സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നതിൽ CPM-ൽ ആശ്രയിക്കരുതെന്ന് CPM-ൽ ഒരു ആവശ്യം കൂടി ഉയർന്നിട്ടുണ്ട്. ജനവിഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സമുദായങ്ങളിലേക്ക് നേരിട്ടിറങ്ങുക, ഈ സമുദായ നേതാക്കളെ ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നുള്ള ഒരു ആവശ്യം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്ന് വന്നിട്ടുണ്ട്. ഒപ്പം ചെറുപ്പക്കാരെയും സ്ത്രീകളെയും പരിഗണിക്കുന്നതിൽ വീഴ്ച പരിഹരിക്കണം എന്നുള്ള ഒരു ആവശ്യം കൂടി സംസ്ഥാന സമിതി മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ണൂർ ജില്ലയിലെ സംഘടനാ പ്രവർത്തനങ്ങളിലെ പാളിച്ചയിൽ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ളത് കണ്ണൂരിലെ നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട്. സംസ്ഥാന സമിതിയിലെ ചർച്ചയിൽ ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കൾ ഇക്കാര്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പരിഹാരം കാണുന്നതിൽ ഒരു പിഴവ് സംഭവിച്ചു. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ളൊരു കാര്യം കൂടി സംസ്ഥാന സമിതിയിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആരോപണമുയർത്തിയ വി കുഞ്ഞികൃഷ്ണനെ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയ തെറ്റായിപ്പോയെന്നും കണ്ണൂരിലെ നേതാക്കൾ പറയുന്നുണ്ട്. ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയ കുഞ്ഞികൃഷ്ണനെ പിന്നീട് ജില്ലാ കമ്മിറ്റിയിൽ എടുക്കുകയാണ് ചെയ്തത്. ജില്ലാ കമ്മിറ്റി അംഗമായതുകൊണ്ടാണ് മാധ്യമ ശ്രദ്ധ ഇത്രയും കിട്ടിയത് എന്നുള്ളൊരു വിമർശനം കൂടി സംസ്ഥാന സമിതിയിൽ ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുന്നതിന് വേണ്ടി ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിൽ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉയർന്നിട്ടുണ്ട്. ഈ വിമർശനങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് നിലവിലിപ്പോൾ CPM-ന്റെ സംസ്ഥാന സമിതി തീരുമാനിച്ചിട്ടുള്ളത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ സെക്രട്ടേറിയറ്റിന്റെ ഒറ്റവാക്ക് വിമർശനമല്ല, അതിൽ അപ്പുറത്തേക്ക് സംസ്ഥാന സമിതിയിൽ കൂടുതൽ തിരുത്തലുണ്ടാകുന്നു. നേതാക്കൾ തിരുത്തട്ടെ, തുറന്നടിക്കട്ടെ എന്നാണ് മുമ്പ് MA ബേബി പറഞ്ഞത്. അത് താഴെത്തട്ടിൽ നിന്ന് ഏരിയ തലം മുതൽ ഇങ്ങോട്ടേക്ക് ആ തുറന്നടിക്കൽ വിമർശനം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രതിഫലനം ആ റിപ്പോർട്ടിലും ഉണ്ടാകുന്നുണ്ട്. ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട യുവതി മാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് നടപടികൾ. ധനസഹായം ഇന്ന് കൈമാറിയില്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന നിലപാടിലാണ് ബന്ധുക്കൾ. അതേസമയം ഗുരുതരമായി പരിക്കേറ്റ മാരിയുടെ മകൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇന്നലെ വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം RRTയുടെ സജീവമായ ഇടപെടൽ അവിടെ ഉണ്ടായി. ആ കൊലയാളി ആനയെ അവിടെ നിന്ന് സുരക്ഷിതമായി, അല്ലെങ്കിൽ ആളുകൾക്ക് പ്രശ്നമുണ്ടാക്കാത്ത ഇടത്തേക്ക് മാറ്റാനായിട്ടുണ്ടോ? മറ്റൊന്ന്, ഇന്ന് ഈ മൃതദേഹം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തന്നെ ആളുകൾ, അവരുടെ ബന്ധുക്കൾ, നാട്ടുകാർ കൃത്യമായ ധനസഹായം ലഭിക്കണം, ഇല്ലാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്ന നിലപാട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് വനം വകുപ്പിന്റെ ഇടപെടൽ? ഗൂഗിൾ ഇന്നലെ വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് മാരിയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകിയത്. അത് ഇന്നത്തേക്ക് പിന്നീട് മാറ്റുകയായിരുന്നു. എന്തായാലും ഇന്നലെ ഉന്നത ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആവശ്യം ഏറെക്കുറെ അംഗീകരിച്ചിട്ടുണ്ട്. ധനസഹായത്തിന്റെ ആദ്യ ഗഡുവായ 5 ലക്ഷം രൂപ, അത് 2.5 ലക്ഷം വീതം ഇന്ന് 2 കുട്ടികൾക്കായി അക്കൗണ്ടിലേക്ക് കൈമാറും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബാക്കി തുക രേഖകൾ നൽകിയതിനു ശേഷം നൽകും എന്നുള്ളതും വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. കുട്ടികളുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വനംവകുപ്പ് നടപടി സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ അംഗീകരിച്ചത് കൊണ്ടാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും എന്നുള്ള തീരുമാനത്തിലേക്ക് പോയത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങണമെങ്കിൽ ഇവർ പറഞ്ഞ കാര്യത്തിൽ ഈ ധനസഹായത്തിലെ തുക കുട്ടികളുടെ അക്കൗണ്ടിലേക്ക് കൈമാറണം. എങ്കിൽ മാത്രമേ ഈ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്നുള്ള നിലപാട് ബന്ധുക്കൾ ഇപ്പോഴും തുടരുകയാണ്. അതിനാൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഒരുപക്ഷെ പ്രതിഷേധത്തിന് വീണ്ടും സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ഗുരുതരമായി പരിക്കേറ്റ രക്ഷൻ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. ആരോഗ്യനിലയിൽ വലിയ പുരോഗതി ഉണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. ഗോകുൽ. ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. രക്ഷണ 2 കുട്ടികൾക്കാണ് അമ്മ ഇല്ലാതായിരിക്കുന്നത്. അവരുടെ കുടുംബം, അവരുടെ ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത് കൃത്യമായ നഷ്ടപരിഹാരം, ഒപ്പം കുട്ടികൾക്ക് മുതിർന്നു കഴിയുമ്പോൾ ജോലി നൽകണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഇന്നലെ ഉന്നയിച്ചിരുന്നു. കാലങ്ങളായി ആനാശല്യമുള്ളതാണ്. വനംവകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് മക്കൾക്ക് കൂട്ടുപോയത് മാരി എന്ന അമ്മ. പക്ഷേ കാട്ടാന ജീവനെടുത്തു ഇന്നലെ.
കേരള തീരത്ത് കടലിൽ മുങ്ങിയ MSC എൽസ 3 എന്ന വിദേശ ചരക്ക് കപ്പലിലെ 7 വിദേശ ജീവനക്കാർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങാൻ അനുമതി തേടി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറയും. 3 നാവികർക്കാണ് നാട്ടിലേക്ക് മടങ്ങാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നത്. മജിസ്ട്രേറ്റ് കോടതിയുടെ റിപ്പോർട്ട് അനുകൂലമെങ്കിൽ 2-4 ഹർജിക്കാർക്കും പോകുന്നതിൽ തടസ്സമില്ല. എന്നാൽ ക്യാപ്റ്റൻ, ചീഫ് എഞ്ചിനീയർ എന്നിവർക്ക് ഉടൻ നാട്ടിലേക്ക് മടങ്ങാനാവില്ല. അന്വേഷണം നീണ്ടുപോകുന്നതിൽ കോടതി അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഒരിടവേളയ്ക്ക് ശേഷം കരിപ്പൂരിൽ വീണ്ടും സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ സജീവമായതോടെ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇന്നലെ പിടിയിലായ 13 പേരുടെ സംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. CPIM പ്രവർത്തകൻ അടക്കമുള്ള 13 പേരാണ് കഴിഞ്ഞ ദിവസം പിടിയിലായത്. വിദേശത്ത് നിന്നെത്തുന്ന മലപ്പുറം സ്വദേശിയിൽ നിന്ന് സ്വർണവും പണവും കവർച്ച ചെയ്യാൻ ലക്ഷ്യമിട്ടെത്തിയ സംഘമാണ് പിടിയിലായത്. രാജ്യത്ത് സബ്സിഡിയുള്ള പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം 4 കുറച്ചിരിക്കുകയാണ്. പ്രതിവർഷം 9 സിലിണ്ടറുകളായിരുന്നു നേരത്തെയൊക്കെ അനുവദിച്ചിരുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്ക് പ്രതിവർഷം ലഭ്യമായ സിലിണ്ടറുകളുടെ എണ്ണമാണ് കുറച്ചത്. വിനീത VG ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനീത, ഗുഡ് മോർണിംഗ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പാചകവാതകം, അതും ഗാർഹിക സിലിണ്ടറിന്റെ അടക്കം വില വലിയ തോതിൽ കൂട്ടിയിരുന്നു. പിന്നാലെ ഇപ്പോൾ ആ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണം കുറയ്ക്കുകയുമാണ്. എപ്പോഴും മോദി സർക്കാർ പറയുന്ന ഒരു കാര്യമായിരുന്നു, പാചകവാതകം അതിന് സബ്സിഡി നൽകുന്നു, കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് അതിന്റെ ഗുണഫലം ലഭിക്കുന്നുവെന്ന്. അവരുടെ സബ്സിഡി സിലിണ്ടറുകളുടെ എണ്ണമാണ് ഈ വെട്ടിക്കുറച്ചത്. ഗൂഗിൾ തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ 2016 ഈ ഉജ്ജ്വല പദ്ധതി പ്രകാരം 12 സിലിണ്ടറുകളായിരുന്നു ഒരു ഗുണഭോക്താവിന് അനുവദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നാലെ അത് 9 സിലിണ്ടറുകൾ എന്ന നിലയിലേക്ക് ായിരുന്നു. ആ എണ്ണമാണ് ഇപ്പോൾ 4 കുറച്ചിരിക്കുന്നത്. പ്രതിവർഷം ഈ 9 സിലിണ്ടറുകൾ നൽകിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ 4 സിലിണ്ടറാക്കി അത് മാറ്റിയിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ LPG വിലയിൽ ആവർത്തിച്ചുണ്ടായ വർധനവ് ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലേക്കൊരു നീക്കമെന്നാണ് ഇപ്പോൾ മന്ത്രാലയം നൽകുന്ന ഒരു വിശദീകരണം. ഒപ്പം തന്നെ ഈ ഗുണഭോക്താക്കൾ അവരുടെ ഒരു ഉപയോഗത്തിന്റെ ഒരു ആനുപാതികമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്നാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഈ സിലിണ്ടർ ഈ പ്രതിദിനം ഈ വില വർധനവൊക്കെ തന്നെ വലിയ ആശങ്കയടക്കം ഉണ്ടാക്കിയിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഈ സിലിണ്ടറുകളുടെ എണ്ണത്തിലേക്ക് കൂടി ഒരു പരിമിതപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾക്കാണ് പ്രതിവർഷം ലഭ്യമായ സബ്സിഡി പാചകവാതക സിലിണ്ടറുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ഗൂഗിൾ ഏതായാലും കടുത്ത നിയന്ത്രണമാണ്. 9 നിന്നത് 4 കുറയ്ക്കുമ്പോൾ പ്രതിവർഷമാണ്, ഒരു വർഷത്തേക്കാണ് അങ്ങനെ 4 സിലിണ്ടറിലേക്ക് ആ എണ്ണം കുറയ്ക്കുന്നത്, സബ്സിഡി സിലിണ്ടറിന്റെ എണ്ണം. അത് സ്വാഭാവികമായും പാവപ്പെട്ടവരുടെ വയറ്റത്തിരിക്കുന്ന തീരുമാനമാണെന്ന് സംശയമില്ല. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. 3ാം മോദി സർക്കാർ അധികാരമേറ്റ് ഇന്ന് 2 വർഷമായിരിക്കുകയാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതിരുന്നതിനാൽ തന്നെ നിരന്തര പരീക്ഷണങ്ങൾ നേരിട്ട കാലഘട്ടമായിരുന്നു പോയ ഒരു വർഷം മോദി സർക്കാർ. സബ്കാ സാത്ത് സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകുന്ന മോദി സർക്കാരിന് പക്ഷേ ഇന്ധനവില വർധന അടക്കമുള്ള വിഷയങ്ങളിലെ ജനങ്ങളുടെ പ്രയാസം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. नरेंद्र दामोदर दास मोदी ईश्वर की शपथ लेता हूं कि പ്രതീക്ഷിച്ച വിജയം ലഭിക്കാത്തതിന്റെ ക്ഷീണവുമായാണ് 3ാം മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. 543 അംഗ ലോക്സഭയിൽ 400 മുകളിൽ സീറ്റ് നേടാമെന്ന ആത്മവിശ്വാസവുമായി തിരഞ്ഞെടുപ്പിന് നേരിട്ട ഇന്ത്യയ്ക്ക് പക്ഷേ ലഭിച്ചത് അപ്രതീക്ഷിത തിരിച്ചടി. BJPയുടെ സീറ്റ് കേവല ഭൂരിപക്ഷത്തിന് താഴെ 240ലേക്ക് വീണു. JDUവിനെയും TDPയെയും കൂടെ കൂട്ടി ഭരണ തുടർച്ച നേടിയെങ്കിലും ഘടകകക്ഷികളുടെ സമ്മർദ്ദങ്ങൾക്ക് മോദി സർക്കാരിന് ആദ്യമായെങ്കിലും വഴങ്ങേണ്ടി വന്നു. പക്ഷേ രാജ്യത്തെ വളർച്ചയുടെ പാതയിലെത്തിക്കാൻ പോയ ഒരു വർഷം മോദി സർക്കാരിന് കഴിഞ്ഞു. GDP വളർച്ചാ നിരക്ക് ഉയർത്താനും ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പദ് വ്യവസ്ഥയാക്കി രാജ്യത്തെ മാറ്റാനും കഴിഞ്ഞു. പ്രതിരോധ മേഖലയിൽ വലിയ തോതിൽ തദ്ദേശീയവൽക്കരണം നടപ്പിലാക്കിയ സർക്കാർ ഫ്രാൻസ്, UAE തുടങ്ങിയ രാജ്യങ്ങളുമായി വൻ കരാറുകളിലും ഏർപ്പെട്ടു. അതേസമയം തിരിച്ചടികളുടെ നടുവിലാണ് 3ാം മോദി സർക്കാരിന്റെ 2ാം വർഷം. ഏപ്രിലിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച നിർണായകമായ 3 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ പരാജയപ്പെട്ടതും പ്രതിപക്ഷ കക്ഷികൾ ഒറ്റക്കെട്ടായി ബില്ലിനെ എതിർത്തതുമായിരുന്നു ആദ്യ തിരിച്ചടി. വർദ്ധിച്ചുവരുന്ന തൊഴിലില്ലായ്മയും വിലക്കയറ്റവും സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന കാഴ്ചയും പോയ വർഷം കണ്ടു. ഇന്ധനവിലയിലുണ്ടായ റെക്കോർഡ് വർധനയും മോദി സർക്കാരിനേറ്റ വൻ തിരിച്ചടിയായി. ഇതിന് പിന്നാലെയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളും. പ്രതിഷേധങ്ങൾക്കിടെ സംഭവിച്ച കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഉദയവും മോദി സർക്കാരിനും BJPക്കും പ്രതികൂല ഘടകമാണ്. അമേരിക്കയുമായുള്ള
വ്യാപാര കരാർ ചർച്ച അനിശ്ചിതമായി നീളുന്നതും ട്രംപിന്റെ ഭീഷണികളും മോദി സർക്കാരിന് മുന്നിൽ വെല്ലുവിളികളായി നിലകൊള്ളുകയാണ്. പ്രസ് ഡെസ്ക് 24. വിമത എംപിമാരെ അനുനയിപ്പിക്കാൻ നീക്കങ്ങൾ ശക്തമാക്കി തൃണമൂൽ കോൺഗ്രസ്. അഭിഷേക് ബാനർജിയുടെ നേതൃത്വത്തിൽ എംപിമാരുമായി കൂടിക്കാഴ്ച നടത്താനാണ് നീക്കം. 20 എംപിമാരാണ് NDA പിന്തുണയ്ക്കുന്നുവെന്ന് കാട്ടി ലോക്സഭാ സ്പീക്കർക്ക് കത്ത് നൽകിയത്. ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്തിന്റെ നിയമസാധ്യതയും TMC പരിശോധിച്ചു വരികയാണ്. നിലവിൽ ലോക്സഭയിൽ 28 എംപിമാരാണ് TMCക്കുള്ളത്. അതേസമയം രാജിവെച്ച രാജ്യസഭാ MP സുഖേന്ദു ശേഖർ റോയ്ക്ക് പിന്നാലെ കൂടുതൽ രാജി ഉണ്ടാകുമെന്നാണ് സൂചന. ലോകശാന്തിക്കും മാനവ ഐക്യത്തിനുമായി ശ്രീനാരായണ ഗുരു ദർശനം യൂറോപ്പിലേക്ക്. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും സന്ദേശവും പരിചയപ്പെടുത്തുന്ന ചരിത്രപരമായ പരിപാടി ജർമ്മനിയിൽ സംഘടിപ്പിച്ച് മലയാളി ഡോക്ടർ വരുൺ RK. യൂറോപ്പിലെ ആദ്യത്തെ ശ്രീനാരായണ ഗുരു ലൈബ്രറി ഗുരുവിന്റെ ചിന്തകൾ, കൃതികൾ, സാമൂഹിക ആത്മീയ സംഭാവനകൾ എന്നിവയെക്കുറിച്ചുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ശ്രീനാരായണ ഗുരു റിസർച്ച് സെന്റർ എന്നിവ ആരംഭിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന ശ്രീനാരായണ ഗുരുവിന്റെ മഹത്തായ സന്ദേശം ലോകമെമ്പാടും പ്രചരിപ്പിച്ച് സമാധാനവും സൗഹാർദ്ദവും മാനവ ഐക്യവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ജർമ്മനിയിൽ നിന്നുള്ള തുടക്കം. യൂറോപ്പിലെ ഏറ്റവും വലിയ ആശ്രമങ്ങളിലൊന്നായ യോഗവിദ്യയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനവും സന്ദേശവും പരിചയപ്പെടുത്തുന്ന ചരിത്രപരമായ പരിപാടി ജർമ്മൻ മലയാളിയായ ഡോക്ടർ വരുൺ RKയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു. We come with a vision that we have to spread Gurudeva's darshan among the Europeans. And we have thousands of organizations around the world. But we believe we are the first organization in the world based on Sri Narayana Darshan, trying to spread darshan among the foreigners. ജർമ്മൻ ഭക്തജനങ്ങൾ, ആത്മീയ അന്വേഷകർ തുടങ്ങി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളെ പിന്തുടരുന്നവർ പങ്കെടുത്ത ചടങ്ങിൽ ഗുരുദേവന്റെ സർവ്വമാനവിക സന്ദേശം, സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങൾ, ആത്മീയ ദർശനം എന്നിവയെക്കുറിച്ചുള്ള വിശദമായ അവതരണവും നടന്നു. ഗുരുദേവന്റെ ജീവിതം, ദർശനം, സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും വിദേശികൾ വലിയ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നതായി സംഘാടകർ വ്യക്തമാക്കി. മനുഷ്യനെ മനുഷ്യനായി കാണുക, സ്നേഹവും സാഹോദര്യവും വളർത്തുക എന്ന ഗുരുദേവ സന്ദേശം യൂറോപ്പിന്റെ ഹൃദയഭൂമിയിൽ നിന്ന് ലോകമെമ്പാടേക്കും വ്യാപിപ്പിക്കുന്നതിനുള്ള അന്തർദേശീയ പ്രസ്ഥാനത്തിനാണ് ജർമ്മനിയിൽ തുടക്കമായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. 2 വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച വയനാട്ടിൽ ഇന്ന് ഉന്നതതല യോഗം. രാവിലെ മന്ത്രി T. സിദ്ദിഖിന്റെ സാന്നിധ്യത്തിലാണ് യോഗം ചേരുക. വൈകിട്ട് ആരോഗ്യമന്ത്രി K. മുരളീധരനും ജില്ലയിലെത്തും. 4.5 വയസ്സുള്ള ആൺകുട്ടിക്കും 5 വയസ്സുള്ള പെൺകുട്ടിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. നിലവിൽ 60 പേരാണ് രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ളത്. രോഗലക്ഷണങ്ങൾ പ്രകടമാക്കിയ 339 വിദ്യാർത്ഥികളുടെ വീടുകളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. കാളിദാസൻ ദേവദത്തും ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന്. കാളിദാസൻ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഒരു സ്കൂളിലെ തന്നെ വിദ്യാർത്ഥികൾക്ക് രോഗലക്ഷണങ്ങൾ കാണിക്കുകയും അവരെല്ലാം ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളെയും നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികൾക്കാർക്കെങ്കിലും ഈ ഷിഗല്ല ബാക്ടീരിയയുടെ ഭാഗമായിട്ടുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ? വെരി ഗുഡ് മോർണിംഗ് ഗോകുൽ, വർഷ. അത്തരത്തിലുള്ള ഷിഗല്ലയുടെ രോഗലക്ഷണങ്ങൾ ഈ നിരീക്ഷണത്തിലുള്ള 339 കുട്ടികൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെക്കുറെ ആശങ്കയുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിരീക്ഷണങ്ങളിലേക്കും അതോടൊപ്പം തന്നെ ജാഗ്രതാ പ്രവർത്തനങ്ങളിലേക്കും ഒക്കെ തന്നെ ജില്ലാ ഭരണകൂടവും ആരോഗ്യ വകുപ്പും ഒക്കെ തന്നെ കടക്കുകയാണെന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളുടെ വീടുകളിലും ഒപ്പം തന്നെ വീട്ടിലെ വെള്ളം പരിശോധനയ്ക്കുള്ള നടപടികളും കോർഡിനേറ്റ് ചെയ്യാനുള്ള നടപടികളും ഒക്കെ തന്നെ സ്വീകരിക്കുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ നിരീക്ഷണത്തിലുള്ള കുട്ടികളെ ഈ വിദഗ്ധ സംഘവും പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നിലവിൽ 60 കുട്ടികളാണ് ചികിത്സയിൽ കഴിയുന്നത്. 2 കുട്ടികൾക്കാണ് ഇപ്പോൾ ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. 19 സാമ്പിളുകൾ കൂടി പരിശോധന കഴിച്ച 19 സാമ്പിളുകൾ കൂടി പരിശോധനാഫലം വരാനുണ്ട്. അപ്പോൾ ആ പരിശോധനാഫലം കൂടി വന്നതിന് ശേഷം എത്തരത്തിലായിരിക്കും ഇതിനൊരു വലിയൊരു രോഗവ്യാപനം ഉണ്ടാകുമെങ്കിൽ കൂടുതൽ ജാഗ്രതയിലേക്ക് തന്നെ കടക്കുമെന്നുള്ളതാണ്. നിലവിൽ ആശങ്കപ്പെടാനുള്ള സാഹചര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാലും മാതാപിതാക്കൾക്കും ഒക്കെ തന്നെ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. രാവിലെ ഉന്നതതല യോഗം മന്ത്രി T. സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ ചേരും. അതിനുശേഷം കൃത്യമായ ഒരു ചിത്രം, നിലവിലെ ഏറ്റവും പുരോഗതിയുടെ ഒരു ചിത്രം സിദ്ദിഖിൽ നിന്നും അധികൃതരിൽ നിന്നും വ്യക്തമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ ബത്തേരിയിലെത്തും, താലൂക്ക് ആശുപത്രിയിലെത്തും എന്നുള്ളതും കൂടി മനസ്സിലാക്കുന്നു.
മഴയുടെയും മഴക്കെടുതിയുടെയും വാർത്തകൾ രാവിലെ തന്നെ വരുന്നുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും തിരുവനന്തപുരത്ത് മരങ്ങൾ കടപുഴകി. മൂന്നാമൂട് ആയിരവല്ലി ക്ഷേത്ര റോഡിൽ മരങ്ങൾ പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് മുകളിലേക്ക് വീണു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. റിനു, നിലവിൽ എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? ഈ മരങ്ങൾ മാറ്റിയോ? വർഷ, ഗോകുൽ, ഇന്നലെ അർദ്ധരാത്രിയോടുകൂടിയാണ് മരങ്ങൾ മൂന്നാമൂട് ആയിരവല്ലി ക്ഷേത്രം റോഡിൽ കടപുഴകി വീണത്. JCB ലൈനിന് മുകളിലൂടെയാണ് ഈ തെങ്ങ്, തേക്ക്, പ്ലാവ് മുതലായ മരങ്ങൾ കടപുഴകി വീണത്. പ്രദേശത്ത് ശക്തമായ കാറ്റും മഴയുമായിരുന്നു. തൊട്ടടുത്ത് തന്നെ മറ്റൊരു മരം ഈ പ്രശാന്തി നിലയം എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ബൊലോറോ വാഹനം പാർക്ക് ചെയ്തിരുന്നു. ആ പാർക്ക് ചെയ്തിരുന്ന വാഹനത്തിന് മുകളിലേക്ക് വീണ് വാഹനത്തിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തു. എന്തായാലും മണിക്കൂറുകളോളം ഇടപെട്ടാണ് ഫയർഫോഴ്സ് ഈ മരങ്ങളെല്ലാം തന്നെ മുറിച്ച് മാറ്റിയത്. പ്രദേശത്ത് അതിശക്തമായിട്ടുള്ള കാറ്റും മഴയും നിലനിൽക്കുന്ന സാഹചര്യമാണ് രാത്രി ഉണ്ടായത്. ഇന്നും നമുക്കറിയാം 3 ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. തിരുവനന്തപുരത്ത് റെഡ് അലർട്ട് അല്ലെങ്കിൽ പോലും രാവിലെ മുതൽ ചെറിയ രീതിയിൽ മഴ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഗോകുൽ, വർഷ. ശരി, റിനു ശ്രീധരാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്നും സമാനമായ ഒരു വാർത്ത വരുന്നുണ്ട്. കല്ലാർ മാങ്കുളം റോഡിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. രാഹുൽ വിജയനുണ്ട് വിവരങ്ങളുമായി. രാഹുൽ, ഇപ്പോൾ അതുവഴിയുള്ള യാത്ര സുഗമമാണോ? ഗൂഗിൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. കല്ലാർ ലാറ്റിൻ പള്ളിക്ക് സമീപമാണ് വൻമരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴയും കാറ്റും ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇതിന്റെ ബാക്കിയായിട്ടാണ് ഈ മരം കടപുഴകി വീണത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കല്ലാർ മാങ്കുളം റോഡാണ്. അടിമാലിയിൽ നിന്ന് മാങ്കുളം ആനക്കുളം ഭാഗത്തേക്ക് പോകുന്ന പ്രധാനപ്പെട്ട റോഡായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് സംഘം എത്തി മരം പൂർണ്ണമായിട്ടും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ഇനിയും അപകട സാധ്യതയുള്ള മരങ്ങൾ ഈ റോഡിൽ നിൽക്കുന്നതിനാൽ അതുവഴി യാത്ര ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിക്കണമെന്നുള്ളതാണ് നിർദ്ദേശം. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. തെരുവുനായ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി വളച്ചൊടിച്ച് മൃഗങ്ങളെ കൊല്ലുന്നെന്നാരോപിച്ച് എറണാകുളം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. വിവിധ മൃഗസംരക്ഷണ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തെരുവുനായകളെ സംരക്ഷിക്കാൻ സർക്കാർ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. തെരുവുനായകളെ കൊല്ലുന്നത് പ്രശ്നപരിഹാരമല്ലെന്നും അവയുടെ സംരക്ഷണത്തിനായി സർക്കാർ കൂടുതൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു സമരം. സംസ്ഥാനത്ത് മൃഗസംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്ന 9 സംഘടനകൾ പങ്കെടുത്തു. അക്രമാസക്തരായ അക്രമകാരികളാവുന്നത് അതിന്റെ കുഴപ്പമല്ല, മനുഷ്യരുടെ കുഴപ്പമാണെന്ന് നിയമം പറയുന്നു. ഇത് ആൾക്കാർക്കറിയില്ല. അതിന് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കാൻ ഒരു വലിയ ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. ഇതാണ് നിയമം. അവർ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ അത് പറയാണ്ട് അത് കൂട്ടിക്കുഴച്ച് യൂത്തനേഷ്യ എന്നൊരു വാക്ക് അതിൽ ചേർത്തു. മനസ്സിലായോ? യൂത്തനേഷ്യയും അക്രമാസക്തമായ നിയമത്തിൽ യാതൊരു ബന്ധവുമില്ല. തെരുവുനായകളുടെ വന്ധ്യംകരണം, വാക്സിനേഷനും കാര്യക്ഷമമായി നടപ്പാക്കുക, മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കുക, സംരക്ഷണ നടപടികൾ ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത്. മൃഗസ്നേഹികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. തീരുമാനിച്ചിട്ടുള്ളത് ഇതാണ്, that we are not going to allow this nonsense to happen. ചെയ്യാനുള്ള കാര്യങ്ങൾ ആദ്യം ഗവൺമെന്റ് ചെയ്യണം, വിച്ച് ഇസ് വന്ധ്യീകരണം. വെറുതെ ഫണ്ടില്ല എന്നുള്ള മുടന്ത് ന്യായം പറഞ്ഞിട്ട് ABC ഈ സ്റ്റേറ്റിൽ ഇതുവരെ മര്യാദയ്ക്ക് നടപ്പിലാക്കിയിട്ടില്ല. NGOs ആയിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ all NGOs are willing to help in this situation. അതിന് ഗവൺമെന്റ് ആദ്യം വിചാരിക്കണം ആരുടെങ്കിലും സഹായം വേണം എന്നുള്ളത്. അക്രമകാരികളായ തെരുവുനായകളെ കൊല്ലാമെന്ന സുപ്രീം കോടതി വിധിയിൽ സംസ്ഥാനത്ത് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മൃഗസ്നേഹികൾ കൊച്ചിയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. 24 കൊച്ചി. ഒരു നാടിന്റെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ നാട്ടുകാരുടെ മുൻകൈയിൽ വാങ്ങിയ ബസ് 22 വർഷത്തിന് ശേഷം നിരത്തിനോട് വിട പറയുന്നു. ഇന്ധന സ്പെയർ പാർട്സ് വില വർധനവിനൊപ്പം കൂടുതൽ ബസ്സുകൾ വന്നതോടെ വരുമാനം കുറഞ്ഞു. പ്രതിസന്ധിയേറിയതോടെ കാലിച്ചാനർക്കം ജനകീയ വികസന സമിതിയുടെ ജനകീയ ബസ് ലേലം ചെയ്യാനാണ് തീരുമാനം. ബസ്സുകളൊന്നുമില്ലാതെ ജീപ്പ് സർവീസിനെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോയ നാട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുൾപ്പെടെ ദൂരസ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം. യാത്രാ ദുരിതം ഏറിയപ്പോഴാണ് കാലിച്ചാനടുക്കത്തെ നാട്ടുകാർ ഒരു തീരുമാനമെടുത്തത്. ജനകീയ കൂട്ടായ്മയിൽ ഒരു ജനകീയ ബസ്. പുതിയ ബസ്സെല്ലാം ഇറങ്ങാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതുപോലെ പുതിയ പെർമിറ്റ് കൊടുക്കുന്നു. 10 മിനിറ്റ് ഗ്യാപ്പിലെല്ലാം ബസ്സിന് പെർമിറ്റ് കൊടുക്കാൻ തുടങ്ങി.
അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് ഇവരോട് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നാട്ടുകാരെ സഹകരണം 200ഓളം മെമ്പർമാർ ഷെയർ ഹോൾഡർമാർ നിലവിലുണ്ട്. അപ്പോൾ അവർ 1000 മുതൽ 10,000 രൂപ വരെയുള്ള ഷെയർ. അപ്പോൾ കുറച്ച് കാലമായിട്ട് ബസ് കൂടി, നമ്മുടെ കളക്ഷനും കാര്യം അതെല്ലാം കൂട്ടിയിട്ട് വൈകാരികമായി വളരെയധികം ബുദ്ധിമുട്ട് എല്ലാവരും പറയുന്നുണ്ട്. ഫോൺ വിളിച്ച് മെസ്സേജ് അയച്ചോളൂ. വിൽക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും അഭിപ്രായം. പക്ഷേ നമ്മൾ ഇന്നത്തെ സാഹചര്യം വെച്ചിട്ട് മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം ഇതാണ്. പണിമുടക്ക് പോലും ബാധകമാകാതെ ജനകീയ ബസ് ഓടി. കോവിഡ് കാലത്തും നഷ്ടം സഹിച്ചും പൊതുഗതാഗത സൗകര്യമെന്ന ഉത്തമ ബോധ്യത്തിൽ ബസ് നിരത്തിലിറങ്ങിയിരുന്നു. ആ ബസ് ഇനിയില്ല എന്ന വാർത്ത യാത്രക്കാരെയും നൊമ്പരപ്പെടുത്തുന്നുണ്ട്. നാട്ടുകാർക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. 10-22 വർഷത്തോളമായില്ലേ ഓടുന്ന ഒരു ബസ്സല്ല, അപ്പോൾ അത് നിർത്താൻ പോകുന്നതൊക്കെ നമുക്ക് ഭയങ്കര വിഷമമാണ്. ഉയർത്തിയ ബസ് ഇതല്ലു സമയത്ത് പോകുന്നതല്ലോ, അപ്പോൾ നമുക്കെല്ലാം ആവശ്യമില്ല ബസ്സാണ്, നിർത്താൻ പാടില്ല. സ്കൂൾ കുട്ടികളൊക്കെ ഇതിനെ ആശ്രയിച്ചിട്ടാണ് പോകുന്നത്, രാവിലെയും വൈകിട്ടൊക്കെ. അതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ്. 2003 ആദ്യ ജനകീയ ബസ് നിരത്തിലിറങ്ങിയത്. 2011 പുതിയൊരെണ്ണം വാങ്ങി. നിലവിൽ വായ്പാ ബാധ്യതകൾ ഒന്നുമില്ലെങ്കിലും മാറിയ സാഹചര്യത്തിൽ മുന്നോട്ടു പോക്ക് പ്രയാസമാണ്. ഇനിയെല്ലാം ജനങ്ങളുടെ കയ്യിൽ. മികച്ച യാത്രാ സൗകര്യമെന്ന ഒരു നാടിൻ്റെ ആഗ്രഹപൂർത്തീകരണമായിരുന്നു ഈ ജനകീയ ബസ്. അതിനാൽ ജനങ്ങൾക്ക് ഈ ബസ്സുമായി വൈകാരികമായി ഏറെ അടുപ്പവുമുണ്ട്. എന്നാൽ പുതിയ കാലത്തിനൊപ്പം പിടിച്ചു നിൽക്കാനാകാതെ ബസ് നിരത്തൊഴിയുന്നു എന്ന വാർത്ത ജനങ്ങളെ ഏറെ പ്രയാസപ്പെടുത്തുന്നുമുണ്ട്. നീലശ്വരത്തു നിന്നും ക്യാമറമാൻ വിജേഷിനൊപ്പം പ്രദീപ് നാരായണൻ, 24. വയനാട്ടിൽ മെസ്സിപ്പടയുടെ ഏറ്റവും വലിയ ഫ്ലക്സ് ഉയർത്തി തോൽപ്പെട്ടി അർജന്റീന ആരാധകർ. 80 അടി നീളത്തിലുള്ള ഫ്ലക്സാണ് കെട്ടിപ്പൊക്കിയത്. തോൽപ്പെട്ടിയിൽ നിന്നുള്ള ആവേശം ഒന്ന് കണ്ടുവരല്ലേ. വയനാടിന്റെ ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് പ്രമാണിച്ച് ഏറ്റവും വലിയ ഫ്ലക്സ്, വയനാട് ജില്ലയിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ഉയർന്നിരിക്കുകയാണ്. 80 അടി നീളത്തിലുള്ള വലിയൊരു കൂറ്റൻ ഫ്ലക്സ്. അർജന്റീന ഫാൻസ്, തോൽപ്പെട്ടിയിലെ അർജന്റീന ഫാൻസ് ആണ്. എല്ലാരും നല്ല ആവേശത്തിലാണ്. അർജന്റീന ഇത്തവണ കപ്പ് തിരിച്ചു കൊടുക്കുന്നുണ്ടോ? തിരിച്ചു കൊടുക്കുന്നില്ല എന്ന് തോൽപ്പെട്ടി അർജന്റീന ഫാൻസ് ഉറപ്പിച്ചിരിക്കുന്നു. അധികം നാളില്ല, 17-ാം തീയതിയാണ് അർജന്റീനയുടെ ആദ്യത്തെ കളി. എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയാണ്? കഴിഞ്ഞ തവണ ഫസ്റ്റ് കളി പൊട്ടിയായിരുന്നു. അത് വെറൊരു കപ്പെടുക്കും, നമ്മൾ കപ്പെടുക്കും. പക്ഷെ ആദ്യ കളി തോക്കാതെ നമ്മൾ കപ്പെടുക്കും. എന്തായാലും കപ്പെടുത്തോ, ഫിഫ വേൾഡ് കപ്പാണ്, കപ്പെടുത്തോന്നുള്ളതിന് പ്രാധാന്യം. അതാണ് ചെറിയ കുട്ടികൾ മുതൽ ആ ആവേശം അത്രത്തോളം ഉണ്ട്. എന്തായാലും ഇവിടെ സ്ഥിരമായിട്ട് കളി നടക്കാറുണ്ടോ? നിങ്ങൾ സ്ഥിരം ഫുട്ബോൾ കളിക്കാരാണോ? നമ്മൾ കളിക്കുന്നുണ്ട് ഇവിടെ സ്ഥിരമായിട്ട്. ചെറിയ പിള്ളേരൊക്കെ ഇഷ്ടംപടി പിള്ളേരുണ്ട്, ട്രൈബൽ ആയാലും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് അതിന് യോജ്യമായൊരു ഗ്രൗണ്ട് ഇതുവരെ നമുക്ക് ഇവിടുത്തെ പഞ്ചായത്തോ അല്ലെങ്കിൽ അതിന് വേണ്ടപ്പെട്ട അധികാരികളോ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്നാലും ചെറിയ ചെറിയ വയലുകളിലൊക്കെ ചെറിയ പോസ്റ്റ് കട്ട് ചെയ്ത് കൂട്ടിയിട്ടാണ് ഈ പിള്ളേരെ കളിക്കുന്നത്. ഒരുപാട് പിള്ളേർ നല്ല ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തേണ്ട പിള്ളേരുണ്ട്, കഴിവുള്ള പിള്ളേരുണ്ട്. പക്ഷേ ഇവിടുത്തെ ഭരണകർത്താക്കൾ ഈ കുഗ്രാമത്തിനെ വളരെ എന്താ പറയുക പൈശാചികമായ രീതിയിൽ ഇതിനെ തരം താഴ്ത്തി കാണുകയാണ്. അപ്പം നമ്മുടെ ഈ ലോകകപ്പിലോട്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ പിള്ളേരൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ഫ്ലക്സ് ഒക്കെ വെക്കണമെങ്കിൽ സപ്പോർട്ട് വേണം. സപ്പോർട്ട് തീരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഭാവിയിലേക്ക് ഒരു തലമുറയെ നമുക്ക് സ്പോർട്സിൽ കൊണ്ടുവരണമെങ്കിൽ ഇവിടുത്തെ അധികാരികൾ കണ്ണു തുറക്കണം. ഇത് ചിന്തിക്കണം. വയനാട്ടിലെ ഏറ്റവും വലിയ ഫ്ലക്സ് ചരിത്രത്തില്. ഇത് ലോകത്തെ അറിയിക്കാൻ വേണ്ടി 80 അടിയുടെ ഫ്ലക്സ് ആണ്. ആവേശം. എല്ലാരും മെസ്സി ഫാൻസ് ആണോ? എല്ലാരും എമിലിയാനോ മാർട്ടിനസ്. ഓ, എനിക്ക് വയ്യ. അപ്പം ഈ ബ്രസീൽ ഫാൻസിനോടും ഇവിടുത്തെ പോർച്ചുഗൽ ഫാൻസിനോടും ഒക്കെ എന്താ പറഞ്ഞത്? പറയാൻ ആളില്ല, കാരണം എല്ലാ കളി പൊട്ടുക. ഈ ചേട്ടൻ നമ്മുടെ വൈറൽ ചേട്ടൻ. ചേട്ടാ ഞാൻ പറയട്ടെ, ഞാൻ ചേട്ടനോട് പറയാൻ വന്നേ. ബ്രസീൽ ഫാൻസ് പറയുന്നത് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മൾ ഇഷ്ടം പോലെ ഗോൾ അടിക്കും, ഇഷ്ടം പോലെ ഗോൾ അടിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ആവേശം എത്രത്തോളമാണ്? അപ്പൊ എല്ലാരും ആവേശത്തിലാണ്. ക്യാമറാമാൻ മനു ദാമോദരനൊപ്പം കാളിദാസന്റെ 24 വയനാട്. ബസ്സിൽ കയറുന്നതിനിടെ തലകറങ്ങി വീണ സ്ത്രീക്ക് രക്ഷകനായി കണ്ടക്ടർ. തിരൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന കുവൈറ്റ് ബസ്സിൽ കഴിഞ്ഞ ദിവസമാണ് സംഭവം ഉണ്ടായത്. കണ്ടക്ടർ ഷിജുവാണ് വീഴാൻ പോയ സ്ത്രീയെ മനോധൈര്യം ഒന്നുകൊണ്ട് രക്ഷപ്പെടുത്തിയത്. തിരൂർ കുറ്റിപ്പുറം റൂട്ടിൽ സർവീസ് നടത്തുന്ന കുവൈറ്റ് ബസ്സിൽ കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് സംഭവം.
ബസ്സിൽ കയറാൻ ശ്രമിക്കുന്നതിനിടെ തലകറക്കം അനുഭവപ്പെട്ട് വീഴാൻ പോയ സ്ത്രീയെ കണ്ടക്ടർ ഷിജു സമയോചിതമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. ബൈപ്പാസ് വഴിയുണ്ട്, പുതിയങ്ങാടി നിന്ന് ബൈപ്പാസ്. ആ ബൈപ്പാസ് വെച്ചിട്ട് 3-4 സ്ത്രീകൾ കയറുകയും അതിനുശേഷം ലാസ്റ്റ് കയറിയ ഒരു സ്ത്രീ 4 സ്റ്റെപ്പ് കയറിയിട്ട് ഈ ഇടത് ഭാഗത്തുള്ള കമ്പി പിടുത്തം വിട്ട് പോകുന്ന രംഗം എൻ്റെ ശ്രദ്ധയിൽ, എന്താ മെയിൻറ്റിലെന്നോ ദൈവത്തിൻ്റെ ഇതാണെന്ന് അറിയില്ല, അന്നേരം എനിക്കത് തോന്നി. അത് കൈവിട്ട് പോവും എന്നുള്ള ആ ഒരു സന്ദർഭം വന്നപ്പോൾ ഞാനത് എന്ത് ചെയ്ത് ഒന്ന് അഡ്വാൻസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പിടിച്ചതാണ്. അത് അങ്ങനെ എനിക്ക് പിടിച്ചാൽ കിട്ടൂല എന്ന് തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ പെരടിൻ്റെ ഈ ഭാഗത്ത് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് തോണ്ടിയിട്ട് തല കറങ്ങുന്ന ഒരു രൂപത്തിൽ, തല മിന്നുന്നൊക്കെ പറയുമല്ലോ, ആ ഒരു രീതിയിൽ എനിക്ക് തോന്നിയപ്പോൾ എനിക്ക് കൈ വിട്ടു പോയതാണെന്ന് പറഞ്ഞു. സംസാരമൊക്കെ ഒരു വേറെ രീതിയിലൊക്കെയാണ് ആയിരുന്നത്. പിന്നീട് വെള്ളം മറ്റൊക്കെ കൊടുത്തപ്പോൾ പിന്നെ നോർമലായി. വലിയ അപകടം ഒഴിവാക്കിയ ഷിജുവിനെ അഭിനന്ദിച്ച നിരവധി പേരാണ് രംഗത്തെത്തിയത്. 24 മലപ്പുറം. ദേശീയപാത അതോറിറ്റി അധികൃതർ സ്ഥലം ഏറ്റെടുക്കാത്തതിനെ തുടർന്ന് ഒരു കുടുംബം കഴിയുന്നത് അപകട ഭീഷണിയിൽ. ദേശീയപാത 66 ചെങ്കള നീലേശ്വരം 2ാം റീച്ചിലെ ബേവിഞ്ചയിലാണ് കുടുംബം ഭീതിയോടെ കഴിയുന്നത്. ആർബിട്രേഷൻ നടപടിയിൽ നഷ്ടപരിഹാരം സംബന്ധിച്ച് തീരുമാനമായെങ്കിലും ദേശീയപാത അതോറിറ്റി ഇതിനെതിരെ നിയമവ്യവഹാരത്തിലേക്ക് നീങ്ങി. വീടിനോട് ചേർന്ന ഭാഗത്ത് നിർമ്മാണം നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും കാലവർഷം എത്തിയതോടെ ഈ കുടുംബം ആശങ്കയിലാണ്. നിർമ്മാണം പുരോഗമിക്കുന്ന ദേശീയപാതയിൽ നിന്നും 2 മീറ്ററോളം മാറി 20 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ബേവിഞ്ചയിലെ മുഹമ്മദ് കുഞ്ഞിയുടെ വീടാണിത്. റോഡ് കടന്നു പോകുന്ന സ്ഥലത്തെ പാറ പൊട്ടിക്കലും മറ്റുമായി നേരത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തിയപ്പോൾ വീടിന്റെ ചുമരുകൾക്ക് വിള്ളൽ വീണു. തൊട്ടടുത്തുള്ള വീടുകൾ ഉൾക്കൊള്ളുന്ന ഭൂമി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്തെങ്കിലും ഈ വീട് മാത്രം ബാക്കിയാക്കി. കാലവർഷം ആരംഭിച്ചതോടെ വീട്ടുകാർ ആശങ്കയിലാണ്. രാത്രിയിലൊന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ പോലും കഴിയുന്നില്ല. ഇവിടെ നിൽക്കാനേ പേടി. ഇപ്പോൾ വണ്ടി എടുക്കുമ്പോൾ കുലുങ്ങുന്നു പോലെ തന്നെ, നെടുങ്ങുമ്പോൾ ഏത് രാത്രി മഴ പെയ്യുമ്പോൾ ഒന്നും ഉറക്കേയില്ല. പേടി സ്വപ്നം തന്നെ, ജീവിക്കാനേ പേടി. ഇപ്പോൾ വീട് അപകടാവസ്ഥയിലാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട വിഭാഗം നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു. ആർബിട്രേഷൻ നടപടികളുടെ ഭാഗമായി മുൻ വർഷങ്ങളിൽ ജില്ലാ കളക്ടർ ഉൾപ്പെടെ സ്ഥലം സന്ദർശിച്ചിരുന്നു. അപകടാവസ്ഥ നേരിട്ട് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് മതിയായ സുരക്ഷാ സംവിധാനം ഒരുക്കണമെന്ന് നിർദ്ദേശിച്ചു. ആർബിട്രേഷനിൽ നഷ്ടപരിഹാര തുക നിശ്ചയിച്ചു നൽകിയെങ്കിലും ദേശീയപാത അതോറിറ്റി നിയമവ്യവഹാരത്തിലേക്ക് നീങ്ങിയതോടെ തുടർ നടപടികൾ അനന്തമായി നീളുകയാണ്. കളക്ടർ ഉത്തരവിട്ടതിന് ശേഷം കൂടി അവർ രാത്രി നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ മണ്ണെടുത്തിട്ട് അവർ കൊണ്ടുവന്നു. കളക്ടറിൻ്റെ ഓർഡർ ഉണ്ട്, എടുക്കാൻ പാടില്ല, അതൊന്നും അവർ നോക്കുന്നേ ഇല്ല. സേഫ്റ്റി ഒന്നുമില്ല, ഒരു സേഫ്റ്റി ഇല്ല. നിലവിൽ ഈ പ്രദേശത്ത് നിർമ്മാണ പ്രവൃത്തി നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും നേരത്തെ ഇവിടെ കുന്നിടിച്ചിട്ടുള്ളതിനാൽ മണ്ണിടിയുമെന്ന ആശങ്കയുണ്ട്. 6 വരിപ്പാത നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ വീടിന്റെ താഴ്ഭാഗത്തെ പാറ പൊട്ടിച്ചെടുക്കണം, മണ്ണും നീക്കണം. ഈ വീടേറ്റെടുക്കാതെ നിർമ്മാണം തുടർന്നാൽ അപകട സാധ്യത ഏറെയാണ്. 24 കാസർഗോഡ്. ഇതോടെ ന്യൂസ് ബ്രേക്സ് പൂർണ്ണമാകുകയാണ്.